നല്ല ചൂട് കുത്തിരിച്ചോറും ആയി വറക്കണ സാമ്പാറും അതൊരു വികാരമാണ് മലയാളികൾക്ക് അല്ലേ. തേങ്ങ വറുത്തരച്ച സാമ്പാറാണെങ്കിൽ പിന്നെ പറയണ്ട, ഒരു പറ ചോറുണ്ണാം. ഇതൊരു സ്പെഷ്യൽ അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ ഒന്ന് നോക്കി വെച്ചോ, എന്തായാലും ഇഷ്ടാവും. ഇനി ഈ സാമ്പാറിൻ്റെ കൂടെ ഒരു കഷ്ണം മീൻ പൊരിച്ചും കൂടി ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാണ് സ്വർഗം. നല്ലൊരു അടിപൊളി മസാല ഉണ്ടാക്കി വെളിച്ചെണ്ണയിൽ ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്ത ഈ മീൻ പൊരിച്ചതാണ് ഈ സാമ്പാറിൻ്റെ കൂടെയുള്ള എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. പിന്നെ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. ബാ, വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല. ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു പച്ചക്കായ, പിന്നെ ഒരു കഷ്ണം ചേന. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഐറ്റംസ് ഒക്കെ ചേർക്കാം. അപ്പം വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി ആദ്യം തേങ്ങ ചെരുകിയത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പകുതി തേങ്ങ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടിപ്പോകരുത്, കുറച്ച് മതി, ഇല്ലെങ്കിൽ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് മാറിപ്പോകും. ഇനി നല്ല പോലെ ഇളക്കിയിട്ട് മസാലപ്പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, അതിന് കുറവ് മതി. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ പൊടി നാട്ടിൽ നിന്നും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിയതാണ്. അവിടെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളി നാടൻ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന പൊടിയാണ്. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. ഇനി ചടപടേന്ന് ഉണ്ടാക്കിയെടുക്കാം. പോട്ട് ചൂടായി വന്നിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു വലിയ ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി കിട്ടണം. അതിനുശേഷം ഒരു വലിയ സവാള കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് അരിയരുത്, കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ സവാള വലിയ പീസായിട്ട് കിടക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സവാള അധികം ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. സവാളക്ക് പകരം ഉള്ളി ആയാലും മതി, ചെറുള്ളി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയാണ് സവാള എടുത്തത്. പിന്നെ അതിനുശേഷം ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. ദാ അരപ്പ് റെഡി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല പോലെ അരച്ചെടുക്കണം. അതേപോലെ തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കിട്ടണം. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സവാളയുടെ കൂടെ തന്നെ വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുത്താൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും, നല്ല അടിപൊളിയായി കിട്ടും. ഇനി ആദ്യം തന്നെ പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറിയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പച്ചക്കായ മാത്രം വേവാണ്ട് കിടക്കും. അതുകൊണ്ട് ആദ്യം തന്നെ പച്ചക്കായ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാം. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ബാക്കി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി പ്രധാനമായിട്ട് ഒരു സാധനം ചേർക്കാനുണ്ട്. തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്, പക്ഷെ മറന്നുപോയി. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേവിച്ച് കലക്കി കളയരുത്. ഇനി പുളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കോൽപ്പുളിയാണ്. അതിനുശേഷം ഇനി കറിയിലേക്ക് താളിച്ച് കൊടുക്കാനായിട്ട് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് പിന്നെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. ആഹാ, എന്താ സാമ്പാറിൻ്റെ മണം, ഒരു രക്ഷയില്ല കേട്ടോ. ചൂട് സാമ്പാറും പിന്നെ നല്ല കുത്തിരിച്ചോറും പിന്നെ ആ പൊരിച്ച മീനിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് എല്ലാം കൂട്ടി ചെറിയൊരു ഉരുളാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഒന്ന് കഴിച്ചു നോക്കി. ഓഹ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇതേപോലെ സാമ്പാറും മീൻ പൊരിച്ചതും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.